എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഏറെ ആകാംക്ഷ നിറഞ്ഞ രക്തം പുരണ്ട റോസാപ്പൂക്കൾ എന്ന കഥയുടെ അടുത്ത ഭാഗമാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ നിർത്തിയ ആ വലിയ രഹസ്യത്തിന്റെ ചുരുളുകൾ ഇന്ന് അഴിയുകയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അധ്യായം 4. മറച്ചുപിടിച്ച മുറിവുകൾ. ഇഷ്ടികച്ചൂളയിലെ ആ ഭീകരമായ പോരാട്ടത്തിന് ശേഷം ആര്യനും മീരയും എത്തിയത് നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് അകലെയുള്ള ഒരു പഴയ തോട്ടം ബംഗ്ലാവിലായിരുന്നു. ചുറ്റും മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഏകാന്തമായ ആ വീട് ആര്യന്റെ രഹസ്യ താവളങ്ങളിൽ ഒന്നായിരുന്നു. പുറത്ത് മഴ ചാറുന്നുണ്ട്. ദൂരെയുള്ള മരങ്ങൾ കാറ്റിലാടുന്ന ശബ്ദം മാത്രം ആ നിശബ്ദതയെ ഭേദിക്കുന്നു. ബംഗ്ലാവിന്റെ ബാൽക്കണിയിൽ ആര്യൻ ഇരിക്കുകയായിരുന്നു. അവന്റെ തോളിലെ മുറിവിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നില്ലെങ്കിലും വേദന അവനെ അസ്വസ്ഥനാക്കിയിരുന്നു. തനിക്ക് വേണ്ടി ആര്യൻ വെടിയുണ്ടകൾക്ക് മുന്നിൽ നിന്നത് മീരയുടെ മനസ്സിൽ മിന്നിമറഞ്ഞുകൊണ്ടിരുന്നു. മുറിവുണങ്ങാത്ത മനസ്സ്. മീര പതുക്കെ ഒരു പ്രഥമ ശുശ്രൂഷ പെട്ടിയുമായി അവന്റെ അടുത്തേക്ക് നടന്നു. ആര്യൻ അവളെ ശ്രദ്ധിച്ചില്ല. അവൻ ഇരുട്ടിലേക്ക് നോക്കി ഏതോ ഓർമ്മകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ആര്യൻ, ഈ മുറിവ് ഒന്ന് വൃത്തിയാക്കണം, മീര ശാന്തമായി പറഞ്ഞു. ആര്യൻ പതുക്കെ തല തിരിച്ചു അവളെ നോക്കി. അവന്റെ കണ്ണുകളിൽ പഴയ ആ വന്യതയില്ലായിരുന്നു. പകരം ആർക്കും കാണാൻ കഴിയാത്ത ഒരു തരം ഏകാന്തത അവൾ അവിടെ കണ്ടു. അവൻ തന്റെ ഷർട്ടിന്റെ ബട്ടണുകൾ പതുക്കെ അഴിച്ചു. അവന്റെ ശരീരത്തിൽ വെടിയുണ്ടകളും കത്തികളും ഏൽപ്പിച്ച നിരവധി പാടുകൾ മീരയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ മുറിവുകൾ ഓരോന്നും ഓരോ യുദ്ധത്തിന്റെ കഥ പറയുന്നവയായിരുന്നു. മീര ആര്യന്റെ തോളിലെ മുറിവ് മരുന്നിട്ട് കെട്ടുമ്പോൾ അവൻ വേദന കൊണ്ടൊന്ന് വിറച്ചു. എന്തിനാണ് എനിക്ക് വേണ്ടി ഇത്രയും വലിയ അപകടം ഏറ്റെടുത്തത്? മീര ചോദിച്ചു. നിങ്ങളൊരു ഗാങ്സ്റ്റർ അല്ലേ? നിങ്ങൾക്ക് സ്നേഹമൊരു ബാധ്യതയല്ലേ? ആര്യൻ ഒരു ചെറിയ ചിരിയോടെ അവളെ നോക്കി. ഗാങ്സ്റ്റർമാർക്കും ഹൃദയമുണ്ട് മീര, പക്ഷേ അത് പുറത്തു കാണിക്കാൻ പാടില്ലെന്ന് മാത്രം. സ്നേഹിച്ചാൽ നമ്മൾ ദുർബലരാകും. ആ ദുർബലതയാണ് ശത്രുക്കൾക്ക് വേണ്ടത്. ഇന്ന് നിന്നെ അവർ പിടിച്ചു കൊണ്ടുപോയപ്പോൾ എന്റെ ഈ സാമ്രാജ്യത്തെക്കാൾ വില നിന്റെ ഒരു തുള്ളി കണ്ണുനീരിനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആര്യന്റെ ഭൂതകാലം. ആദ്യമായി ആര്യൻ തന്റെ മനസ്സ് തുറക്കാൻ തീരുമാനിച്ചു. അവൻ കടന്നുവന്ന വഴികൾ മീരയോട് പറഞ്ഞു തുടങ്ങി. നിങ്ങൾ കാണുന്ന ഈ ആര്യൻ ജനിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നില്ല മീര. കൊച്ചിയിലെ ചേരികളിൽ പട്ടിണി കിടന്നു മരിച്ച ഒരു അച്ഛന്റെയും അമ്മയുടെയും മകനായിരുന്നു ഞാൻ. 8-ാം വയസ്സിൽ അനാഥനായപ്പോൾ എനിക്ക് മുന്നിൽ 2 വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ മരിക്കുക, അല്ലെങ്കിൽ പോരാടുക. ആര്യൻ തന്റെ കയ്യിലെ ഒരു പഴയ തഴമ്പ് കാണിച്ചു കൊടുത്തു. ഇതെനിക്ക് 10 വയസ്സുള്ളപ്പോൾ കിട്ടിയതാണ്. ഒരു കഷ്ണം റൊട്ടി മോഷ്ടിച്ചതിന് കടയുടമ എന്നെ തല്ലി ചതച്ചപ്പോൾ കിട്ടിയ പാട്. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി ആരും എന്നെ തല്ലില്ലെന്ന്. ഞാൻ ആയുധം കയ്യിലെടുത്തത് ആരോടും പക തോന്നിയിട്ടല്ല, ജീവിക്കാൻ വേണ്ടിയായിരുന്നു. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. പുറമേ കാണുന്ന ഈ ഗാംഭീര്യത്തിന് പിന്നിൽ തകർന്നുപോയ ഒരു ബാല്യമുണ്ടെന്ന് അവൾ കരുതിയിരുന്നില്ല. അധോലോകത്തെ രാജാവായി മാറുമ്പോഴും ഉള്ളിൽ അവൻ ഇപ്പോഴും ആ അനാഥനായ ബാലനെ പോലെ ഒറ്റപ്പെട്ടവനായിരുന്നു. ഏകാന്തതയുടെ നിമിഷങ്ങൾ. നിങ്ങൾക്ക് ഈ ജീവിതം നിർത്തിക്കൂടെ? മീര അവന്റെ കൈകളിൽ പിടിച്ചു. നമുക്ക് ദൂരേക്ക് പോകാം, ഈ ചോരയും തോക്കുകളുമില്ലാത്ത ഒരിടത്തേക്ക്. ആര്യൻ ദീർഘമായി നിശ്വസിച്ചു. എനിക്കും അത് ആഗ്രഹമുണ്ട് മീര, പക്ഷെ ഈ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തിറങ്ങുക എളുപ്പമല്ല. ഞാൻ ആയുധം താഴെ വെച്ചാൽ എന്റെ പിന്നിലുള്ള 100 കണക്കിന് ആളുകളെ ശത്രുക്കൾ കൊന്നൊടുക്കും. എന്റെ ശത്രുക്കൾക്ക് ഞാനൊരു ഗാങ്സ്റ്ററാണ്, പക്ഷെ എന്റെ കൂടെയുള്ളവർക്ക് ഞാനൊരു രക്ഷകനാണ്. ആ രാത്രി ആ ബംഗ്ലാവിൽ അവർ ഒരുപാട് സംസാരിച്ചു. ആര്യന്റെ ഏകാന്തതയും മീരയുടെ സ്വപ്നങ്ങളും തമ്മിൽ അവിടെ ഒരു പുതിയ ബന്ധം രൂപപ്പെട്ടു. മീര തിരിച്ചറിഞ്ഞു, ആര്യന് വേണ്ടത് ഒരു ഡോക്ടറുടെ മരുന്നല്ല, മറിച്ച് തന്നെ മനസ്സിലാക്കുന്ന ഒരാളുടെ സാമീപ്യമാണെന്ന്. ശത്രുക്കൾ പതുങ്ങുന്നു. എന്നാൽ ഈ ശാന്തത അധികം നീണ്ടുനിന്നില്ല. നഗരത്തിൽ ഷെരീഫ് തന്റെ പരാജയത്തിന് പ്രതികാരം ചെയ്യാൻ പുതിയ തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. ആര്യന്റെ ഏറ്റവും അടുത്ത ആളുകളിൽ ഒരാളെ തന്നെ അവൻ വശത്താക്കി കഴിഞ്ഞിരുന്നു. ആര്യൻ ഇപ്പോൾ മീരയുടെ പ്രണയത്തിൽ ലയിച്ചു കിടക്കുകയാണ്. അവന്റെ ശ്രദ്ധ മാറിയിരിക്കുന്നു. ഇതാണ് ഏറ്റവും നല്ല സമയം, ഷെരീഫ് തന്റെ രഹസ്യ താവളത്തിൽ ഇരുന്നു പറഞ്ഞു. ആര്യന്റെ സാമ്രാജ്യത്തിന്റെ അസ്ഥിവാരത്തിൽ തന്നെ വിള്ളലുകൾ വീണു തുടങ്ങിയിരിക്കുന്നു. സ്നേഹത്തിന്റെ ഈ ശാന്തമായ നിമിഷങ്ങൾ ഒരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള നിശബ്ദത മാത്രമാണെന്ന് ആര്യൻ അറിഞ്ഞില്ല. ആര്യന്റെ മനസ്സ് മീരയ്ക്ക് മുന്നിൽ തുറക്കപ്പെട്ടു കഴിഞ്ഞു. അവന്റെ മുറിവുകൾക്ക് അവൾ മരുന്നായി മാറുകയാണ്. എന്നാൽ സ്നേഹത്തിന്റെ ഈ നിമിഷങ്ങൾക്കിടയിൽ ആര്യൻ അറിയാതെ ചതിയുടെ വിത്തുകൾ പാകപ്പെട്ടു കഴിഞ്ഞു. ആര്യന്റെ ഏറ്റവും വിശ്വസ്തനായ ആ കൂട്ടുകാരൻ ആരാണ്? അവൻ ആര്യനെ ചതിക്കുമോ? അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാം. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.